ബെന്യാമിന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം ഇന്ന് വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. റിലീസിന് മുമ്പേ പ്രേക്ഷകർക്കും ആരാധകർക്കും ഇടയിൽ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രത്തിന്റെ ഗംഭീര പ്രേക്ഷക നിരൂപ അഭിപ്രായങ്ങളാണ് ആദ്യ ഷോ കഴിയുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തി ഞെട്ടിച്ച പൃഥ്വിരാജിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ആടുജീവിതത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. ഒപ്പം എ.ആർ. റഹ്മാന്റെ സംഗീതവും റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമിശ്രണവും സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതോടെ മലയാളത്തിന് പുറമെ 5ഓളം ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം മോളിവുഡിലെ അടുത്ത 100 കോടിയോ 200 കോടിയോ ക്ലബ്ബ് ചിത്രമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് ഇതിനോടകം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി ദേശീയ അന്തർദേശീയ ബഹുമതികൾ ആടുജീവിതം വാരിക്കൂട്ടുമെന്നും ഉറപ്പാണ്. ഇന്ത്യയിലെ മറ്റൊരു താരവും എടുക്കാത്ത റിസ്ക് എടുത്താണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ അവാർഡിനും അപ്പുറം ഒരു ഓസ്കാർ അവാർഡും തന്നെ സിനിമാ നിരീക്ഷകനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറാൻ സാധ്യതയുള്ള ചിത്രം ഏതെല്ലാം അവാർഡുകൾ സ്വന്തമാക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. കേരളത്തിലും പുറത്തും റെക്കോർഡ് സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രീസെയിൽ കളക്ഷനാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനം ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് ആവും ആടുജീവിതം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എടുക്കുക. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.